പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുകയാണ്. ഇറാനിലെ അമേരിക്കൻ പൗരന്മാരോട് രാജ്യം വിടാൻ US എംബസി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇറാനെതിരെ സൈനിക നടപടി പരിഗണനയിലാണെന്ന് അമേരിക്ക ആവർത്തിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപ് വിളിച്ച ഉന്നതതല യോഗവും ഇന്ന് ചേരും. യുദ്ധത്തിന് തയ്യാറാണെന്നാണ് ഇറാന്റെ മറുപടി. ഇറാനുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് 25% അധിക നികുതി ഏർപ്പെടുത്തി. പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 648ആയി. ഫൈസൽ ഹംസയുണ്ട്. ഫൈസൽ ഹംസ, വളരെ ആശങ്കയുള്ള വിവരങ്ങളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. അതിൽ പ്രധാനം മരണസംഖ്യ ഉയരുന്നതാണ്. 648. അതിലും പ്രധാനം ഡൊണാൾഡ് ട്രംപ് വിളിച്ച ഉന്നതതല യോഗത്തിൽ ഒരു ചർച്ച, അതല്ലെങ്കിൽ യുദ്ധം, ഇതല്ലാതെ മറ്റു മാർഗമില്ല. അമേരിക്കൻ താൽപര്യങ്ങൾ ഇറാന്റെ മണ്ണിൽ നടപ്പാക്കിയെടുക്കാതെ ട്രംപ് പിന്തിരിയുന്ന മട്ടില്ല എന്നാണ് തോന്നുന്നത്. പരമാവധി ഇറാനിലെ ആഭ്യന്തര യുദ്ധം നടത്തുന്ന വിമത കലാപകാരികളെ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ട്. റിസാൻ പല്ലവി ഷായൊക്കെ അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് അയത്തുള്ള ഖമീനിയെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. അതിന് അമേരിക്ക പിന്തുണ നൽകുന്നു. ഏതെങ്കിലും തരത്തിലൊരു സൈനിക നടപടി ആരംഭിച്ചാൽ അത് നമ്മൾ മലയാളികളെയും അത് ബാധിക്കും. കാര്യം ഖത്തറിലൊക്കെ ഒരുപാട് നമ്മളുടെ സുഹൃത്തുക്കളുണ്ട്, പ്രവാസി മലയാളികളുണ്ട്. അവിടെ അമേരിക്കയുടെ എയർബേസ് ഉണ്ട്. ഇറാന് തൊട്ടടുത്ത് മിസൈൽ ആക്രമണം നടത്താൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഈ പശ്ചിമേഷ്യയിൽ പലയിടത്തുമുണ്ട്. അപ്പോൾ ഇറാനും സൈനിക നടപടിക്ക് തിരിച്ചടി നൽകാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. മൊത്തത്തിലൊരു സംഘർഷ സാധ്യതയാണോ തെളിയുന്നത് ഫൈസൽ? ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ആശങ്കയിൽ ആഴ്ത്തുന്ന സംഭവവികാസങ്ങളാണ് പശ്ചിമേഷ്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികളെ മാത്രമല്ല, ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട കപ്പൽ നീക്കങ്ങളെയെല്ലാം ഇത് ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക കൂടി ലോകരാജ്യങ്ങൾക്കുണ്ട്. പക്ഷേ ഏറ്റവും നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാനിലെ അമേരിക്കൻ പൗരന്മാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ എംബസി പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഉടൻ രാജ്യം വിടണം എന്നുള്ളതാണ്. മാത്രമല്ല, അമേരിക്കൻ പൗരന്മാർക്ക് മാത്രമല്ല, ഇരട്ട പൗരത്വമുള്ള, അതായത് അമേരിക്കയുടെയും ഇറാന്റെയും പൗരത്വമുള്ള ആളുകളോടും രാജ്യം വിടണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാത്തവർക്ക് ഇറാനിൽ തടവും അല്ലെങ്കിൽ ചോദ്യം ചെയ്യലും അറസ്റ്റുമൊക്കെ നേരിടേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഇറാൻ ഇരട്ട പൗരത്വം അംഗീകരിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുന്നു. അത് വളരെ ക്രൂഷ്യലാണ്. ഇന്ന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ച ഉന്നതതല യോഗമാണ്. ആ യോഗത്തിലാണ് ഏത് തരത്തിലാണ് ഒരു നീക്കം നടത്തേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഇന്നലെ തന്നെ കരോലിന ലെവിറ്റ് പറഞ്ഞത്, അതായത് വൈറ്റ് ഹൗസ് സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്, വക്താവ് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് നയതന്ത്രത്തിൻ്റെതാണ്, അതോടൊപ്പം തന്നെ സൈനിക നടപടിയും ഞങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ട്രംപ് ഏത് നടപടിയെയാണ്, ഏത് തീരുമാനത്തെയാണ് അതിനെ എടുക്കുക എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. മറുവശത്ത് പക്ഷേ ഇതിനോട് ഒട്ടും മയത്തിലല്ല, സംയമനത്തിൻ്റെ ഭാഷയിലല്ല പ്രതികരിക്കുന്നത് ഇറാനും. ഈ അമേരിക്ക ഏത് തരത്തിലാണോ ഇടപെടുന്നത് അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മറുപടി. മാത്രമല്ല, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, എന്താണ് നിങ്ങളുടെ യുദ്ധക്കപ്പലുകൾക്ക് സംഭവിക്കുന്നത് എന്ന് അപ്പോൾ കാണാം. നേരത്തെ ഇസ്രായേലുമായുള്ള 12 ദിന യുദ്ധത്തിന് എങ്ങനെയാണോ സൈന്യത്തിന് ഒരുങ്ങാനുള്ള നിർദ്ദേശം നൽകിയത്, അതിൻ്റെ ഇരട്ടി ശക്തിയിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുകൂടി ഇറാൻ പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് പശ്ചിമേഷ്യയിലുള്ളത്. ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായിട്ടും അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇറാനിൽ അമേരിക്ക നടത്തുന്ന ഏതൊരു സൈനിക നടപടിയും അങ്ങനെ നടത്തുകയാണെങ്കിൽ അത് നമ്മളെ അടക്കം ബാധിക്കും. നമ്മൾ ഒരു വലിയ നീക്കം, റഷ്യ ഉക്രൈൻ ഒരു ഭാഗത്ത്, ഇസ്രായേൽ പലസ്തീൻ മറുഭാഗത്ത്, ഇനി അമേരിക്ക ഇറാനും കൂടി നേരിട്ട് കൊമ്പ് കോർത്താൽ അത് ചെറിയ കാര്യമല്ല. ഇറാനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും പാടില്ല ഒരു ഘട്ടത്തിലും. അവിടെ ഉണ്ടാകുന്ന ആഭ്യന്തര സംഘർഷം മാത്രമല്ല പ്രശ്നം, സാമ്പത്തിക ഉപരോധങ്ങളടക്കം അത് വല്ലാതെ വലയ്ക്കും. മറ്റു രാജ്യങ്ങളെയും അത് വലച്ചു തുടങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയെ ബാധിക്കുന്നുണ്ട്, തുർക്കിയെ ബാധിക്കുന്നുണ്ട്, ചൈനയെ ബാധിക്കുന്നുണ്ട്.